ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത്, എന്നാൽ ഞാൻ എൻ്റെ രീതിയിൽ ഒരു പൊട്ടറ്റോ ബാജി കാണിക്കുകയാണ്. നമ്മളുടെ നാട്ടിൽ പൊടിമാസെന്നും പറയും, ഉരുളക്കിഴങ്ങ് പൊടിമാസെന്നും പറയും. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറി. ഇപ്പം ഞാൻ ആ പൊട്ടറ്റോ ബാജി ഉണ്ടാക്കാനായിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങ്, പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ളതല്ലേ കിട്ടുന്നത്. അത് ഒരു 4-5 വിസിൽ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിന് തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പല രീതിയിൽ ചെയ്യും. ചിലർ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കും. പക്ഷേ ഞാൻ ചെയ്യുന്നത് എപ്പോഴും സ്കിന്നോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടുകും ഒരു 4-5 പച്ചമുളകും 1-2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നുപോയതാണ് കേട്ടോ. പിന്നെ ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുള്ളി കനം കുറച്ച് മുറിച്ച് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഒന്ന് വഴറ്റാനായിട്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ പോയി ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇപ്പോൾ ആ സവാളയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഒതുങ്ങുന്നത് വരെ ഒന്ന് വഴറ്റണം. ഈ ഉള്ളി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയേ. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത്, നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റുമാണ്, കാണാനും കുറച്ചുകൂടെ ഭംഗിയാണ്. കുറച്ച് ക്യാരറ്റ് കൊത്തിയെരിഞ്ഞ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് കൊത്തിയെരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ല, ഗ്രേറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വേവും. പക്ഷേ കുറച്ചുകൂടെ കാണാൻ ഭംഗി കൊത്തിയെരിഞ്ഞതായതുകൊണ്ട് കൊത്തിയെരിഞ്ഞ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഉപ്പുമൊക്കെ ആവാനായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നടുക്കോട്ട് എല്ലാം കൂടെ ഒന്ന് ആക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ക്യാരറ്റ് അങ്ങ് വെന്തോളും. നമ്മൾ ചെറുതായിട്ടല്ലേ മുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ വെന്തിരിക്കും. എല്ലാ വീട്ടിലും പൂരിക്കുള്ള ഈ പൊട്ടറ്റോ കറി ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചില ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത പൊട്ടറ്റോ, ആദ്യത്തെ പൊട്ടറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ട് നേരെ ഇട്ട് കൊടുത്തിട്ട് ആ സ്പാച്ചുല കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണേ. നമ്മൾ പുഴുങ്ങിയ പൊട്ടറ്റോ പൊടിക്കുമ്പോഴേക്ക് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആവാതെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുമ്പോഴാണ് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ കുറേ കൂടി ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ എനിക്കൊരബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ആ വഴറ്റിയപ്പോഴേക്കും ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാനങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയേ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ മഞ്ഞ നിറത്തിലിരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടുള്ള പൊടിമാസാണ് പൊട്ടറ്റോ ബാജിയാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്കൊരു ചെറിയ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു, പക്ഷേ അത് പിന്നെയും കട്ടിയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂൺ അരിഞ്ഞ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും നെകക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ് എടുത്തത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം എടുത്തത് കേട്ടോ. ശരിക്കും ഞാൻ 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടായിരുന്നു കേട്ടോ, ലെവലായിട്ട്. 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിന് 3 പ്രാവശ്യം ഞാൻ ഗരം മസാല ഇട്ടു. പക്ഷേ നിങ്ങൾ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. കാരണം ചിലർക്ക് ഗരം മസാല ഒരുപാടുള്ളത് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇത് ഞാൻ വീട്ടിൽ പിടിച്ച ഗരം മസാലയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഗരം മസാലയായിരുന്നു. 1.5 ടീസ്പൂൺ കറക്റ്റായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയുടെ അളവ് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാമേ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ പൊട്ടറ്റോ ബാജിയുടെ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഒന്നാന്തരം റെസിപ്പിയാണ് കേട്ടോ.
നിങ്ങൾക്കൊരിക്കലും ആ സമയം നഷ്ടമാവത്തില്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്